ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സംസ്ഥാന സർക്കാർ ഓരോ വകുപ്പിന്റെയും ഭാവി പ്രവർത്തനം നിശ്ചയിക്കാൻ നടത്തുന്ന സെമിനാറിന്റെ ഭാഗമായാണ് സംഗമം എന്നാണ് വിശദീകരണം. അയ്യപ്പ സംഗമ മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമം. വിഷൻ 2031 വിഷൻ 2031 എന്നതാണ് സംഗമത്തിന്റെ മുദ്രാവാക്യമെന്നും സർക്കാർ അറിയിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, സെമിനാർ സംഗമമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ടോ? അയ്യപ്പ സംഗമത്തിന് ബദലല്ല ന്യൂനപക്ഷ സംഗമം എന്ന് സർക്കാർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് പ്രതീഷ്? ഹാഷ്മി, അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ആക്ഷേപവും വിമർശനവുമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ അതിന് പിന്നാലെയാണ് അയ്യപ്പ സംഗമം മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമം നടത്തുന്നതെന്നുള്ള വിശദീകരണം സർക്കാർ നൽകുന്നത്. ഈ കഴിഞ്ഞ മാസം 29-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. ഈ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സെമിനാറുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ന്യൂനപക്ഷ സംഗമം, അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലുള്ള ചർച്ച. ആ സെമിനാറുകളുടെ ഒരു ഭാഗം മാത്രമാണ് എന്നതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഈ ന്യൂനപക്ഷ സംഗമം അടുത്ത മാസം നടക്കുന്ന 33 സെമിനാറുകളുടെ ഭാഗമെന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഈ സെമിനാറുകളിൽ സർക്കാരിലെ ഓരോ വകുപ്പിൻ്റെയും ഭാവി പ്രവർത്തനങ്ങൾ നിശ്ചയിക്കും. അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും ആ സെമിനാറിൽ നടക്കുന്നത്. ഈ സെമിനാറുകൾ നടത്താൻ തീരുമാനിച്ചത് മന്ത്രിസഭാ യോഗമാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അത്തരത്തിലൊരു സെമിനാറുകളും വിവിധ വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നത്. ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട ഇതുവരെ എടുത്ത കാര്യങ്ങൾ, ഒപ്പം വകുപ്പിൻ്റെ നേട്ടങ്ങൾ ഉൾപ്പെടെ ഈ സെമിനാറിൽ വിലയിരുത്തും. അതാത് വകുപ്പുകളുടെ മന്ത്രിമാരും ഒപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഈ വകുപ്പിൽ ഇതുവരെ എടുത്ത നടപടികൾ, ഒപ്പം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള മികച്ച പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഈ സെമിനാറിൽ വിശദീകരിക്കുന്നത്. ആ സെമിനാറുകളിൽ ഒന്നാണ് ന്യൂനപക്ഷ ക്ഷേമവും. ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും അതിൽ ചർച്ച ചെയ്യുന്നത്. മറിച്ച് അയ്യപ്പ സംഗമം മാതൃകയിൽ ഒരു ന്യൂനപക്ഷ സംഗമം നടത്തുകയല്ല സർക്കാർ എന്നാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് സംഗമമല്ല, അത് കേവലം ഒരു സെമിനാർ മാത്രമാണ്. അത് പല സെമിനാറുകളുടെ കൂട്ടത്തിൽ ഒരു സെമിനാറാണ്, നേരത്തെ തീരുമാനിച്ചതുമാണ് എന്നാണ് സർക്കാർ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.